നോക്കിയിട്ട് വാങ്ങിക്കാൻ പിന്നെ ഒരു പ്രാവശ്യം വരത്തുള്ളൂ, പിന്നെ വരത്തില്ല. 3-4 പേര് പിടിക്കുന്ന കൊട്ട എടുത്താൽ ഞാൻ കലഞ്ചോന്ന് വിറ്റോണ്ടിരുന്നത്. ചുമന്നോട്ട് ചെല്ലുമ്പോഴേ ഓരോരുത്തർ വിഷമം കൊണ്ട് വാങ്ങിച്ചവർ ഒരുപാട് പേരുണ്ട്. കരയുന്നെന്തിനാ? ഒന്നുമില്ല. നമസ്കാരം. കഴിഞ്ഞ 30 വർഷമായി മൺപാത്രങ്ങളും മൺകലവും ഒക്കെ തന്നെ തലച്ചുമടായി കൊണ്ടു നടന്ന് വിറ്റിരുന്ന ഒരമ്മയുണ്ട്. 65 വയസ്സുകാരായിട്ടുള്ള സുധാമ. കൊട്ടാരക്കരയിലെ സുധാമയെ അറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല. സുധാമയുടെ കടയാണ് കരിക്കോട് തൊട്ട് കരിക്കോട്, കുണ്ടറ, എഴുകോണ്, കൊട്ടാരക്കര ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ 30 വർഷമായിട്ട് എല്ലാം പോകുന്ന ആളാണ് ഈ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ നടന്ന് കച്ചവടം ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ? ഒരുപാട് കഷ്ടപ്പെട്ടതാ. ചുമന്നോട്ട് ചെല്ലുമ്പോഴേ ഓരോരുത്തർ വിഷമം കൊണ്ട് വാങ്ങിച്ചവർ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ പറ്റി ഓർക്കുമ്പോ ഇപ്പോഴും സങ്കടമാണ്. വിഷമമുണ്ട് എനിക്ക്. അവരൊക്കെ ഒരുപാട് പേര് എന്നെ അമ്മയുടെ ചുവട് കണ്ട എങ്ങനെ വാങ്ങിക്കാതെ വിടുമെന്നും പറഞ്ഞ് വാങ്ങിച്ചവർ ഒരുപാട്. മൺപാത്രങ്ങളാണ്, നമുക്കറിയാം അത്രയും വെയിറ്റ് ഉണ്ടാവും അല്ലേ? ഇപ്പോഴും ഓരോരുത്തർ പറയൂ, അമ്മ ചുവന്ന ചുമട് കണ്ടാ ഞങ്ങൾക്കൊക്കെ നെഞ്ചിടിയായിരുന്നു. ഇന്നലെ ഇവിടെ ചായക്കടയിൽ 50 കിലോയെങ്കിലും വെയിറ്റ് ഉണ്ടാവും. പിന്നെ ഒരു കൊട്ട 3-4 പേര് പിടിക്കുന്ന കൊട്ട എടുത്താൽ ഞാൻ കലഞ്ചോന്ന് വിറ്റോണ്ടിരുന്നത്. അങ്ങനെ കുടുംബം പോറ്റിയിരുന്ന ഒരു അമ്മയാണല്ലേ? ഇപ്പോഴും അത് തന്നെ. ഇപ്പോഴും അതിനൊരു കുറവുമില്ല. കാരണം 50 കിലോയൊക്കെ കിലോമീറ്ററോളം ചുമന്നുകൊണ്ട് ഈ കുണ്ടറ, കൊട്ടാരക്കര ഈ വഴിയിലൊക്കെ കിലോമീറ്ററോളം നടന്നു വന്നിരുന്ന ഒരു അമ്മയാണ്. ആ അമ്മയ്ക്ക് ഇപ്പൊ ഒരു ചെറിയ ഒരു ഷെൽട്ടർ ആയിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് കച്ചവടം ചെയ്യാണ്. അപ്പൊ നമ്മൾ നടന്ന് കച്ചവടം ചെയ്തതാണോ അപ്പൊ ഇവിടെ വെക്കുമ്പോഴാണ്? ഏതാണ് ഇപ്പൊ ഒരു നടന്ന് കച്ചവടം ചെയ്യുന്നതാ? ആണല്ലേ? ഇത് തലച്ചുമട് കൂടുതലാണ്. നടന്ന് കച്ചവടം ചെയ്യുമ്പോ ഞാൻ 12 മണിയാകുമ്പോ എന്റെ വീട്ടിൽ പോകും. ആണോ? ഞാൻ കൊണ്ടുപോകുന്ന എല്ലാം നുള്ളി പറക്കി വിൽക്കുകയും ചെയ്യും. ഇവിടെ ഇരുന്നപ്പോഴും പിന്നെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ അറിയാൻ കേൾക്കൊക്കെ ചെയ്യുന്നവരൊക്കെ വന്ന് വാങ്ങിക്കും. നമുക്ക് എങ്ങനെയുള്ള കലമൊക്കെ ഉണ്ട്? മോര് കലമൊക്കെ എല്ലാം ഉണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ഉപകരണ സാധനങ്ങളുണ്ട്. ചെടിച്ചട്ടി, കലം, ഓർക്കിഡിന്റെ ചട്ടി, പൂജ, പിന്നെ ഫിൽറ്റർ, ഉണക്കാകുമ്പോ ഫിൽറ്റർ, പിന്നെ ഗ്യാസ് ചട്ടി, കറുത്ത ചട്ടി എല്ലാം ഉണ്ട്. ഇല്ലാത്ത ഒരു സാധനങ്ങളും ഇല്ല. എല്ലാ സാധനങ്ങളും ഉണ്ട്. അടുപ്പുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഒരു കാലത്ത് തലച്ചുമടായിട്ട് കൊണ്ട് നടന്നിരുന്നു. നമുക്ക് കണ്ടാൽ സങ്കടം തോന്നുമായിരുന്നു. അത്രയും വിഷമത്തോടു കൂടി വലിയൊരു ഇതില്ലേ ഒരു കൊട്ടയിൽ ഇങ്ങനെ കൊണ്ടുപോയി നടന്നിരുന്ന അമ്മയ്ക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇപ്പൊ ചെറിയൊരു കടയൊക്കെ. ഇതാരാ ഈ കടയുടെ ഒക്കെ? കട ഞാൻ തന്നെ കഷ്ടപ്പെട്ട് കടമൊക്കെ വാങ്ങിച്ചത്. നമ്മുടെ ഈ സ്ഥലമൊക്കെ ഓക്കെ. അപ്പൊ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് അമ്മ ഉണ്ടാക്കിയിരിക്കുന്ന കടയാണിത്. അപ്പൊ ഈ കടയിൽ ഇല്ലാത്ത സാധനങ്ങളില്ല. നമുക്കറിയാം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മൺകലം, മൺചട്ടി, ഗ്യാസിൽ വെക്കുന്ന ചട്ടി, പൂജ, ചെടിച്ചട്ടി, അടുപ്പ് ഇതുള്ള സാധനങ്ങളാണ് ഇപ്പൊ അമ്മ ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ടാണ് അമ്മ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടമ്മ? ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അസുഖങ്ങളൊക്കെ വരും, മരുന്ന് കഴിച്ചു. കരയുന്നെന്തിനാ? ഒന്നുമില്ല. കഷ്ടപ്പാട് ഓർക്കുമ്പോ അമ്മയ്ക്ക് ഇപ്പോഴും അല്ലേ കാര്യം ഓർക്കുന്നു. എന്താ വിഷമം? വീട്ടിലെന്താ ഇട്ടാലും ഇല്ല, കഷ്ടപ്പെട്ടാലും ഇല്ല. മഴക്കാലമാണ്, നമുക്കറിയാം. ആളുകളൊക്കെ ഇതിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്ക് മേടിച്ചുകൊണ്ട് പോകുന്ന സെയിലൊക്കെ കുറവാണല്ലേ? കുറവാണ്. നടക്കുന്നോളെ ഇപ്പൊ ഓണമൊക്കെ വരുമ്പോ എല്ലാരും വാങ്ങി. ആ കരച്ചിലിനുള്ളിലും ഇതിലേക്കൂടെ ആള് നടന്നു പോയപ്പോ അവരെ നോക്കി പെട്ടെന്ന് ചിരിക്കാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ. അവരത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസുഖങ്ങളും ഒക്കെ തന്നെയാണെങ്കിൽ പോലും ആ ചിരി അങ്ങോട്ട് മായത്തില്ല. എപ്പോഴും ചിരിച്ച മുഖമുള്ള സുധാമയാണ്. ഈ അമ്മയുടെ സ്ഥലം ശരിക്കും പറഞ്ഞ അമ്മയുടെ സ്ഥലം എവിടെയായിരുന്നു? എന്റെ സ്ഥലം തിരുവനന്തപുരത്ത്. എന്നെ കല്യാണം കഴിച്ചത് ഓടനാട്ട. താമസിക്കുന്ന വൈദ്യുതി ഭവന്റെ ബാക്കിലായിട്ടാണ് അമ്മ താമസിക്കുന്നത്. അപ്പൊ ഈ സ്ഥലത്തൂടെ, അതായത് നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്ക് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കടന്നു വരുന്ന നമ്മുടെ KCBയുടെ തൊട്ട് ഇപ്പുറത്താണ് അമ്മയുടെ ഈ ഒരു ചെറിയ കടയുള്ളത്. അപ്പൊ സുധാമയെ കാണാൻ നിങ്ങൾ ആരും മറക്കണ്ട. അമ്മയെ കണ്ട് അങ്ങനെ ഞങ്ങളിവിടെ വന്നൊക്കെ പറയും. സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം അമ്മേനെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഏതായാലും ഈ അമ്മയുടെ കടയിലൂടെ അടുത്തൂടെ ഒക്കെ പാസ് ചെയ്യുന്നവര് പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ വന്നു.
അപ്പൊ എല്ലാരും പറഞ്ഞു. പിന്നെ അതാണ്ട് ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഈ ചായക്കടയിൽ നിന്ന് ഒരാള് ഫോട്ടോ എടുത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇട്ട്. അങ്ങനെ അവരെല്ലാരും വന്ന് അത് കണ്ടുകൊണ്ട് ഒരാളൂടെ വന്ന്. ഒരുപാട് പേരാണ് അമ്മയുടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ കണ്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇവിടെ എത്തുന്നത്. അപ്പൊ ഏതായാലും ഇതിലെ വലിയ എല്ലാ കടകളിലും കൊടുക്കുന്നതൊക്കെ ഒന്നും അല്ല, വളരെ ചെറിയ പൈസക്കൊക്കെ തന്നെയാണ് അമ്മ കൊടുക്കുന്നത്. ലാഭമൊന്നും അല്ല അമ്മ പ്രതീക്ഷിക്കുന്നത്. അമ്മയുടെ അതെ, നല്ല സാധനം കൊടുക്കണം. നല്ല സാധനം കൊടുക്കുക എന്നുള്ളതാണ്. കൊടുക്കുമ്പോ നമ്മുടെ തിരക്ക് ആൾക്കാർ പറ്റിച്ച് വാങ്ങിക്കാൻ പിന്നെ ഒരു പ്രാവശ്യം വരത്തുള്ളൂ, പിന്നെ വരത്തില്ല. അതാണ് നമ്മള് നല്ല സാധനം കൊടുത്ത് 10 രൂപ അധികം വാങ്ങിക്കണം. അത് ആ കച്ചവടം നല്ല കച്ചവടം. നല്ല സാധനം കൊണ്ട് കൊടുത്തിട്ട് പൈസ കൂടുതൽ വാങ്ങിച്ചാൽ ഇപ്പൊ ഓണക്കാലം ഒക്കെ വരുമ്പോ എല്ലാവരും അമ്മയെ കാണാനായിട്ട് വരും. ഓണക്കാലം ആകുമ്പോഴത്തേക്ക് അമ്മ അവരെയും കാത്തിരിക്കുക. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് തന്നെ ഇല്ലയോ. അപ്പൊ ഞങ്ങള് ചേച്ചിയെ കളഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോകും. ചേച്ചി ആവുമ്പോ നല്ല സാധനം ഞങ്ങൾക്ക് തരും. അതാണ് ചേച്ചിയുടെ ഒരു വിജയത്തിന്റെ രഹസ്യം. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബില്ലുവനിക്സ്.